അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ബാല ഇന്ന് ചായ വേണ്ട. ഒന്നും പറയണ്ട, 2 ദിവസമായിട്ടേ ഭയങ്കര ക്ഷീണം. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കാം. അതൊന്നും പറയണ്ട, വാസുവിന്റെ വീട്ടിൽ നിന്നേ നല്ലൊരു വലിയ ചക്ക കിട്ടി. വീട്ടിൽ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു എടുത്ത്. ആദ്യം പടച്ച്. അതിനുശേഷം ഇപ്പൊ ഭയങ്കര ക്ഷീണം. ഷുഗറൊന്നുമില്ലല്ലോ. അതൊന്നും പറയണ്ട, ചെക്ക് ചെയ്തപ്പോഴേ ഈ ഷുഗറാ. അപ്പൊ ഭക്ഷണമൊക്കെ ഒന്ന് നിയന്ത്രിച്ചോട്ടാ. ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചു തുടങ്ങി. ഇന്നലെ ഒരു 9 ചപ്പാത്തി കഴിച്ചു. പിന്നെ പറ്റണില്ല, കൂട്ടിയ കൂടെയല്ല. ഇന്ന് നേരം വെളുത്തിട്ട് ഒരു 7 ചപ്പാത്തി കഴിച്ചു. ഇനി ചെന്നിട്ട് വേണം എന്തിനും കഴിക്കാൻ. എന്തിട്ട് നിയന്ത്രണക്ക? ഇതാ നിയന്ത്രണം. ഡോക്ടർ പറഞ്ഞുള്ളതേ മാക്സിമം ചപ്പാത്തി കഴിക്കാനാ. ഇതിലും കൂടുതൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ ഡോക്ടർ പറഞ്ഞിട്ട്? ഇക്ക മാക്സിമം ചപ്പാത്തി കഴിക്കാനല്ല ഡോക്ടർ പറഞ്ഞുള്ളത്. മാക്സിമം ചോറ് ഒഴിവാക്കിട്ട് ചപ്പാത്തി കഴിക്കാം. ഇതിപ്പോ എങ്ങനെയാ? ആ മാക്സിമം എന്നുള്ളത് ചപ്പാത്തി കൊണ്ട് കയറ്റിയില്ലേ? അപ്പൊ ഷുഗറും മാക്സിമം ആയി. എന്താണ് സാമേട്ടനെ കണ്ടില്ലല്ലോ. അയാൾ ആരെങ്കിലും ഇപ്പം കയറിപ്പോയിണ്ടാവും. പരോപകാരില്ല. അയാളൊരു ഉപകാരി തന്നെയാട്ടാ അല്ലേ? അപ്പോ ഇങ്ങനെ പച്ചപ്പാവങ്ങളുടെ നാട്ടില് എന്താ സ്വാമി ഒരു മാനതാ? നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ ബ്ലേഡ് ബോബ് ആത്മഹത്യ ചെയ്തു? അതപ്പോ അയാളല്ല നിങ്ങളൊരു ദുഷ്ടൻ തന്നെ. എന്താ നീ അയാളെ ഇന്ന് വല്ല പൈസ ചോദിച്ചില്ല? വാങ്ങിണ്ടാവും. അതാണ് ഇയാൾക്ക് ഇത്ര സന്തോഷം, അല്ല വിഷമം. അതിന് സ്വാമി എന്തിനാ വിഷമിക്കണേ? ഒന്നും പറയണ്ട എന്റെ ബാല, ചതി പറ്റിപ്പോയി. എന്താ സമയ? ഒന്നും പറയണ്ട അബോ, ഞാൻ വല്ലാത്തൊരു മണ്ടത്തരം ചെയ്തു പോയി. അവന്റെ വാക്ക് വിശ്വസിച്ചിട്ട് ഞാൻ അവനൊന്ന് സഹായിച്ചു. എന്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന സമ്പാദ്യം അതിന്റെ പലിശ എടുത്തിട്ട് ഞാൻ ജീവിച്ചിരുന്നത്. അതെടുത്ത് ഞാൻ അവന് കൊടുത്തു. സ്വാമി അത്യാഗ്രഹം വല്ലതും കാണിച്ചിട്ടുണ്ടാവും. ഒന്നും മിണ്ടായിരിക്കണ അവിടെ ഒരു കോപ്പില വർത്താനം. അവനെ മാസാമാസം 15,000 രൂപ തരാന്ന് പറഞ്ഞപ്പോ നമ്മുടെ അയൽവാസിയല്ലേ, ഞാൻ അതിന് വിശ്വസിച്ചു പോയി. ആരും അയൽവാസി ഇതന്നെ ഞാൻ പറഞ്ഞേ സ്വാമി അത്യാഗ്രഹം കാണിച്ചിട്ടുണ്ടാവും. ഇതുപോലെ അവനെ എപ്പാലോരൊന്നും വാങ്ങാണ്ട്, പക്ഷെ പലിശ കറക്റ്റായി കൊടുക്കൂട്ടാ. ആദ്യമൊക്കെ കൃത്യമായിട്ട് അവൻ മാസം കൊണ്ടുവന്നു തന്നിരുന്നടാ. ഇതന്നെ അവരുടെയൊക്കെ ഒരു ബുദ്ധി. ഈ ചെറിയ മീൻ ഇട്ടിട്ട് വലിയ മീൻ പിടിക്കല്. അവന്റെ ഭാര്യയുടെയും മക്കളും കാര്യമാണ് കഷ്ടം. എന്ത് കഷ്ടം? ഈ പൈസ മുഴുവൻ വല്ല ബാങ്കിലും അങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ടാവും. എന്നാലും സ്വാമി ഇതിൽ പെട്ടല്ലോ. സാമ്യ കാരണം അവരൊക്കെ രക്ഷപ്പെട്ട്. അല്ലേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? അപ്പൊ തന്റെ കയ്യിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാ? അത് ശരി. അപ്പൊ ഇതിൽ എല്ലാവരും കുടുങ്ങിണ്ടല്ലേ? ആത്മഹത്യ ചെയ്താ അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അവന്റെ കുടുംബക്കാർ ഇതൊക്കെ കൊടുത്തു തീർക്കണ്ടേ? സംഭവാമി യുഗേ യുഗേ. അതെന്താ സ്വാമി സംഭവാമി യുഗേ യുഗേ? സംഭവിക്കേണ്ട സംഭവങ്ങള് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. അതന്നെ. ചായ ഒന്ന് വന്നോട്ടെ. സ്വാമിക്കുള്ള ചായ അടുത്ത ആഴ്ച.